വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെ ആദ്യം ശബരിമല വിഷയത്തിൽ NK പ്രേമചന്ദ്രൻ MP-യെ തള്ളി RSP ദേശീയ നേതൃത്വം. സ്ത്രീ സമത്വത്തിനൊപ്പമാണ് പാർട്ടിയെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി പറഞ്ഞു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ശബരിമല സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്ന NK പ്രേമേന്ദ്രൻ നിലപാടിന് വിരുദ്ധമാണ് പാർട്ടിയെന്നാണ് ദേശീയ ജനറൽ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി വ്യക്തമാക്കിയത്. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാണ് പാർട്ടി നിലപാടെന്ന് ക്ഷിതി ഗോസ്വാമി പറഞ്ഞു. എത്ര വർഷം പഴക്കമുള്ള ആചാരമാണെങ്കിലും സ്ത്രീ പുരുഷ സമത്വത്തിന് എതിരാണെങ്കിൽ തിരുത്തണമെന്നും അദ്ദേഹം അറിയിച്ചു. There is no way to support this traditional line. Men and women all will get equal right in the world. സുപ്രീം കോടതി വിധിക്കൊപ്പമാണ് പാർട്ടി. വിധി നടപ്പാക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ക്ഷിതി ഗോസ്വാമി പറഞ്ഞു. We support Supreme Court decision for allowing the women to enter the Ayyappa Mandir. We support that stand. That is our stand. ശബരിമല വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് പ്രേമേന്ദ്രൻ നോട്ടീസ് നൽകിയിരുന്നു. UDF അംഗങ്ങൾക്കൊപ്പം പ്രേമേന്ദ്രൻ വാർത്താ സമ്മേളനവും നടത്തി. പാർട്ടി നിലപാടിന് വിരുദ്ധമാണ് പ്രേമേന്ദ്രൻ നിലപാടെന്ന് വ്യക്തമാക്കുന്നതാണ് ക്ഷിതി ഗോസ്വാമിയുടെ വാക്കുകൾ. ന്യൂസ് 18 ഡൽഹി. ഉണ്ണികൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ഉണ്ണി, നേരത്തെ തന്നെ RSP ദേശീയ കേരള നേതൃത്വങ്ങൾ തമ്മിൽ പല നിലപാടുകളിലും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ഇപ്പോൾ ശബരിമലയിലും സമാനമായ രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. RSPയുടെ ദേശീയ നേതൃത്വത്തിന്റെ മനസ്സ് ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്നതിന്റെ സൂചനകളാണോ ഇത്? രഞ്ജിത്ത്, RSP വ്യക്തമായുള്ള അഭിപ്രായ ഭിന്നത ദേശീയ നേതൃത്വത്തിലും ഒപ്പം കേരള ഘടകവും സ്വീകരിക്കുന്ന നിലപാടുകളിലെ വൈരുദ്ധ്യം തന്നെയാണ് ക്ഷിതി ഗോസ്വാമിയുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. കാരണം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഡൽഹിയിൽ നടന്ന ദേശീയ സമ്മേളനത്തിൽ തന്നെ RSPയിലെ ഇടഞ്ഞു നിൽക്കുന്ന നിലപാടുകൾ പ്രകടമായതാണ്. നേരത്തെ RSPയിൽ പ്രശ്നം കോൺഗ്രസുമായുള്ള ബന്ധത്തെ ചൊല്ലിയായിരുന്നെങ്കിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ സങ്കീർണമായ ഇടത് പാർട്ടികൾ കൃത്യമായി നിലപാട് കൈക്കൊള്ളേണ്ട വിഷയത്തിലാണ് ഈ വൈരുദ്ധ്യം ഉണ്ടായിരിക്കുന്നത്. NK പ്രേമേന്ദ്രൻ പാർലമെന്റിലടക്കം വളരെ ശക്തമായി ശബരിമല വിധിക്കെതിരായ നിലപാടാണ് ഉന്നയിക്കുന്നത്. UDF MP-മാർക്കൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹം ശബരിമല വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നു. മാത്രമല്ല, ശബരിമലയിൽ ഈ ആചാര സംരക്ഷണത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നത് അങ്ങനെ ഒരു നിലപാട് ശരിയല്ല, പാർട്ടിയുടെ നിലപാട് വ്യക്തമാണ്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് അനുമതി നൽകണം, സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്യണം. എത്ര പഴക്കമുള്ള ആചാരമായാലും അത് ലിംഗസമത്വം നോക്കുകയാണെങ്കിൽ ആ ആചാരം മാറ്റേണ്ടതുണ്ട്, ലിംഗ വിവേചനം ഒഴിവാക്കണമെന്ന നിലപാടാണ് അദ്ദേഹത്തിന്റെ പാർട്ടി ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നത്. ഏതായാലും NK പ്രേമേന്ദ്രന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും നിലപാടുകൾ തമ്മിലുള്ള വൈരുദ്ധ്യം തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. NK പ്രേമേന്ദ്രൻ പാർലമെന്റിൽ അടക്കം സ്വീകരിക്കുന്ന നിലപാടുകളോട് വിയോജിക്കുക കൂടിയാണ് RSP ചെയ്യുന്നത്. RSPക്ക് പാർലമെന്റിലുള്ള ഒരേ ഒരു അംഗം കൂടിയാണ് NK പ്രേമേന്ദ്രൻ. അദ്ദേഹം ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമായി ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിനുള്ള അതൃപ്തി കൂടിയാണ് ക്ഷിതി ഗോസ്വാമിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതുതന്നെയാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഉണ്ണി, പാർലമെന്റിലെ ഏക അംഗം, പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട RSPയുടെ നിലപാടുകൾ വിശദീകരിക്കേണ്ട ഒരു അംഗം കേരളത്തിൽ UDF-നൊപ്പം ചേരുന്നു. പക്ഷേ മറുഭാഗത്ത് ദേശീയ നേതൃത്വം മറിച്ചൊരു നിലപാടെടുക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ദേശീയ നേതൃത്വത്തിന്റെ മനസ്സ് ഇടതുപക്ഷത്തിനൊപ്പം മാറുമോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മുന്നണി മാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കടുത്ത നിലപാടിലേക്ക് നേതൃത്വം പോകുമോ എന്ന കാര്യങ്ങളൊക്കെ ചർച്ചയാക്കേണ്ട ഒരവസരം കൂടി ആവുകയല്ലേ ഇത്? പക്ഷെ അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് സാധ്യത കുറവാണ്. കാരണം RSPയുടെ പാർലമെന്റിലെ മുഖം പ്രേമചന്ദ്രനാണ്. പ്രേമേന്ദ്രൻ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ പ്രബലനായ നേതാവ് കൂടിയാണ്. നേരത്തെ കോൺഗ്രസുമായുള്ള ബന്ധത്തിന്റെ വിഷയം വരുമ്പോൾ ദേശീയ നേതൃത്വത്തെ കേരളത്തിൽ എന്തുകൊണ്ട് UDF-നൊപ്പം നിൽക്കണമെന്നത് സംബന്ധിച്ച് ബോധ്യപ്പെടുത്താനും ആ നിലപാടിന് അംഗീകാരം വാങ്ങാനും പ്രേമേന്ദ്രനും കേരള ഘടകത്തിനും കഴിഞ്ഞതാണ്. കഴിഞ്ഞ സമ്മേളനത്തിൽ തന്നെ ഒരു പ്രത്യേക ഭാഗം രാഷ്ട്രീയ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയും കേരള ഘടകത്തിന്റെ നിലപാടിന് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. ആ ഘട്ടങ്ങളിലും ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ കേരള ഘടകത്തിന് വ്യത്യസ്തമായ വിരുദ്ധമായ നിലപാട് തന്നെയാണ് ഉണ്ടായിരുന്നത്. ക്ഷിതി ഗോസ്വാമിയുടെയും ബംഗാൾ ഘടകത്തിന്റെയും നിലപാട് അത് പാർട്ടിക്ക് മേൽ അപ്രമാദിത്വം നേടാൻ തക്ക കരുത്തുണ്ടോ എന്ന കാര്യമാണ് അറിയാനുള്ളത്. ഏതായാലും NK പ്രേമേന്ദ്രൻ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം UDF MP-മാർക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലടക്കം വളരെ കൃത്യമായി ഈ വിധിക്കെതിരെയാണ് താനെന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. കേരള ഘടകത്തിന്റെ നിലപാടാണ് അതെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഈ രാഷ്ട്രീയ പ്രമേയത്തിൽ കേരള ഘടകത്തിന് വ്യത്യസ്തമായൊരു നിലപാടെടുക്കാൻ അനുമതി നൽകിയത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ നിലപാടിനെ ന്യായീകരിക്കാനാകും പ്രേമേന്ദ്രന്റെയും കേരള ഘടകത്തിന്റെയും ശ്രമം. അത് വലിയ രീതിയിലുള്ള വിയോജിപ്പുകളിലേക്കോ പാർട്ടിയിൽ വലിയ പ്രശ്നങ്ങളിലേക്കോ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ശബരിമല വിഷയം പുതുതായി ഉള്ളതല്ല, കഴിഞ്ഞ ദേശീയ സമ്മേളനത്തിന്റെ ഘട്ടത്തിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്തതുമാണ്. ഉണ്ണി, തിരിച്ചു വരാം. ഇപ്പോൾ ക്ഷിതി ഗോസ്വാമിയുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. We support Supreme Court decision for entering
allowing the women to enter the Ayappa Mandir. We support that stand. That is our stand. We want to continue into discrimination, and all women should be allowed to go inside to offer their puja to Bhagwan Ayappa, and that's why Supreme Court has given this. Not constitutionally, it is our duty to follow the Supreme Court verdict. ശ്രീ കെ എൻ ബാലഗോപാൽ CPM നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കെ എൻ ബാലഗോപാൽ, കേരളത്തിൽ RSP UDF-നൊപ്പം സ്വീകരിച്ചിരിക്കുന്ന നയം ശബരിമല വിഷയത്തിൽ NK പ്രേമേന്ദ്രനാണ് ശക്തമായി പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ചെയ്തത്. പക്ഷേ ദേശീയ നേതൃത്വം പ്രേമേന്ദ്രനൊപ്പമല്ല. ക്ഷതി ഗോസ്വാമി തന്നെ വ്യക്തമാക്കുകയാണ് സ്ത്രീകൾക്ക് പ്രവേശനമാകാം, സുപ്രീം കോടതി വിധി അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന്. RSPയുടെ ദേശീയ നേതൃത്വം അങ്ങനൊരു നിലപാടെടുക്കുന്നത് വളരെ സന്തോഷകരമാണ്. RSP പോലൊരു പാർട്ടിക്ക് അങ്ങനത്തെ നിലപാടെടുക്കാൻ പറ്റും. ഇത് സുപ്രീം കോടതി പറഞ്ഞ ഒരു വിധി സ്ത്രീ തുല്യതയുടെ കാര്യമായി നടപ്പിലാക്കുന്നത് മാത്രമാണ് ഗവൺമെന്റ് ചെയ്തത്. പക്ഷെ RSSും BJPയും പറയുന്നതനുസരിച്ച് കേരളത്തിലെ UDFന്റെ ഒരു വിഭാഗം ആളുകളും അതിന്റെ കൂടെ നിന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇപ്പൊ കലാപം ഉണ്ടാക്കുന്നു. പാർലമെന്റിൽ രാജ്യസഭയിലെ മുരളീധരനും ലോക്സഭയിൽ ഈ RSP നേതാക്കന്മാരും അതുപോലെ പ്രേമേന്ദ്രനും മറ്റു നേതാക്കന്മാരും എല്ലാം ചെയ്ത കാര്യം പൊതുവായ ഒരു സമീപനത്തിന്റെ ഭാഗമായിട്ടല്ല, അല്ലെങ്കിൽ RSP നേതൃത്വം അതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് നല്ല കാര്യമാണ്. അത് RSPക്ക് സംഘടനാപരമായി പരിശോധിക്കേണ്ടതാണ്. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ ഈ കലാപം ഉണ്ടാക്കി കേന്ദ്രത്തെ ഇടപെടുത്തി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ പിരിച്ചുവിട്ട് BJPയുടെ ഒരു വേണമെങ്കിൽ പറ്റുമെങ്കിൽ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലേക്ക് ആലോചിക്കുന്ന ഒരു സ്ഥിതിയാണ്. നടക്കാൻ പോകുന്നില്ല, ജനങ്ങളത് അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വേറെ പ്രശ്നം. പക്ഷെ കലാപം ഉണ്ടാക്കാനായിട്ട് BJP നേതൃത്വം ശ്രമിക്കുമ്പോൾ അതിന് സഹായിക്കുന്ന നിലപാട് UDF നേതൃത്വം എടുക്കാൻ പാടില്ലാത്തതാണ്. ശരി, ശ്രീ കെ എൻ ബാലഗോപാൽ. ശ്രീ കോവൂർ കുഞ്ഞുമോൻ MLA ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ കോവൂർ കുഞ്ഞുമോൻ, RSP ദേശീയ നേതൃത്വ നിലപാട് ഏതായാലും പ്രേമേന്ദ്രനൊപ്പമല്ല. ക്ഷതി ഗോസ്വാമിയുടെ വാക്കുകൾ അതാണ് വ്യക്തമാക്കുന്നത്. താങ്കളുടെ പ്രതികരണം? അപ്പോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി അത് എല്ലാവരും അംഗീകരിക്കേണ്ടുന്നതാണ്. കാരണം ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ ശ്രീ പ്രേമചന്ദ്രന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും എതിരായിട്ടുള്ള വർത്തമാനമാണ് ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല കേരളത്തിൽ UDFനൊപ്പം RSP, മറ്റ് സ്റ്റേറ്റുകളിൽ പോകുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യത്തിനോടൊപ്പം തോളോട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ രണ്ട് നയം സ്വീകരിക്കുന്നത് ശരിയല്ല. പാർട്ടി കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി ഇപ്പൊ ഷിഡി ഗോസ്വാമി പറഞ്ഞ പ്രസ്താവനയോടാണ് ഞാൻ അടക്കമുള്ള പാർട്ടിക്കാർ കേരളത്തിലെ എല്ലാവരും യോജിക്കുന്നത്. പ്രേമേന്ദ്രന്റെ ഇത്തരം നിലപാടുകൾ ശരിക്ക് ജനം തിരിച്ചറിയേണ്ടതാണ്. കാരണം അദ്ദേഹം പാർലമെന്റ് അംഗമായി തുടരുന്ന കാലഘട്ടത്തോളം ഇന്ത്യൻ സ്ത്രീ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്ന ആള് ഭരണഘടനാ ലംഘനമാണ് പ്രേമേന്ദ്രൻ നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ശ്രീ പ്രേമചന്ദ്രൻ പാർലമെന്റിൽ സംസാരിച്ചിട്ടുള്ളത്. തികച്ചും പ്രവർത്തനരഹിതമായിട്ടുള്ള ഇത്തരം നിലപാടുകളെ തിരുത്താൻ പ്രേമേന്ദ്രൻ തയ്യാറാകണം. പാർട്ടി സെക്രട്ടറി തിരുത്താൻ തയ്യാറായി. പ്രേമേന്ദ്രനോട് നിലപാട് സ്വീകരിക്കണം. പ്രേമേന്ദ്രനോട് ഇതിനുള്ള എന്താണ് കാണിക്കുന്നത്? ഇത്തരം നിലപാടുകൾ പാർട്ടിക്കെതിരായിട്ടുള്ള നടത്തുമ്പോൾ തീർച്ചയായിട്ടും RSP കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ പ്രേമേന്ദ്രൻ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ ഒരിക്കലും പാർട്ടി നേതൃത്വം അംഗീകരിക്കരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ശ്രീ കോവൂർ കുഞ്ഞുമോൻ, UDFനൊപ്പമാണ് RSP കേരളത്തിൽ. UDFന്റെ നിലപാട് സ്ത്രീ പ്രവേശനത്തിനെതിരാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട വിശ്വാസികൾക്കൊപ്പമാണ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. UDFന്റെ ഭാഗമായി കേരളത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് പാർലമെന്റിൽ ചെല്ലുമ്പോൾ അതിനപ്പുറത്ത് നിലപാടെടുക്കുന്നത് UDFന്റെ നിലപാട് അദ്ദേഹം പാർലമെന്റിൽ വ്യക്തമാക്കിയെന്നല്ലേ ഉള്ളൂ. അദ്ദേഹത്തിനെ ആ രീതിയിൽ കുറ്റപ്പെടുത്താനാകുമോ? അല്ല, തീർച്ചയായിട്ടും കേരളത്തിലെ സ്ത്രീകളുടെ മാത്രമല്ല ഇന്ത്യയിലെ മൊത്തം സ്ത്രീകൾക്ക് വേണ്ടി ഭരണഘടന വിഭാവനം ചെയ്തിട്ട തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമല്ലോ. അത് ചെയ്യാൻ ഒരു പാർലമെന്റ് അംഗമെന്ന നിലയിൽ സ്ത്രീപക്ഷത്ത് വേണം. സ്ത്രീയും പുരുഷനും തുല്യാവകാശം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ സമത്വം പറഞ്ഞിട്ടുണ്ട്. അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നിൽക്കേണ്ടുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി കേരളത്തിലെ UDFകാരോടൊപ്പം ഇന്ത്യൻ പാർലമെന്റിൽ അങ്ങനെ പെരുമാറുന്നത് ശരിയല്ല. പ്രേമേന്ദ്രന്റെ ഇത്തരം നിലപാടുകൾക്കെതിരെ പാർട്ടി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനപ്പുറം ഈ നിലപാട് ദേശീയ നേതൃത്വം സ്വീകരിച്ച സാഹചര്യത്തിൽ UDF വിട്ട് പ്രേമേന്ദ്രന്റെ പാർട്ടി പുറത്തു വരണം, കേരളത്തിലെ RSP പുറത്തു വരണം എന്ന ആവശ്യം താങ്കൾ ഉന്നയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രേമേന്ദ്രന്റെ നിലപാടുകൾ പലപ്പോഴും ഇടതുപക്ഷത്തിനെതിരായിട്ടാണ്. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും.
അതുകൊണ്ട് പ്രേമേന്ദ്രന്റെ തെറ്റുകൾ തിരുത്തി UDF നിന്നും RSP ഇടതുപക്ഷത്തിലേക്ക് വരണം എന്നാണ് ഞങ്ങളുടെ വ്യക്തമായ നിലപാട്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഞങ്ങൾ. ശരി, നന്ദി ശ്രീ കോവൂർ കുഞ്ഞുമോൻ MLA ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ക്ഷിതി ഗോസ്വാമിയുടെ നിലപാട് RSP ദേശീയ ജനറൽ സെക്രട്ടറി, അത് കേരളത്തിൽ RSP സ്വീകരിച്ചിരിക്കുന്ന പ്രേമേന്ദ്രൻ പാർലമെന്റിൽ അവതരിപ്പിച്ച നിലപാടിന് വിരുദ്ധമാണ്. സ്ത്രീ പ്രവേശനത്തെ അദ്ദേഹം അനുകൂലിക്കുന്നു. സുപ്രീം കോടതി വിധി നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അത് വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചയായി മാറാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് RSPയിലെങ്കിലും. മറ്റ് ചില വാർത്തകളിലേക്ക് പോയാൽ, സംസ്ഥാനത്ത് രാഷ്ട്രീയ സംഘർഷം തുടരുന്നു. യുവമോർച്ച തലശ്ശേരി മണ്ഡലം പ്രസിഡന്റിന്റെ വീടിന് നേരെ ബോംബേറുണ്ടായി. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ DYFI പ്രവർത്തകന് വെട്ടേറ്റു. അതേസമയം സംഘർഷവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് മനു ഭരത്, പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി, തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ എന്നിവർ ചേരുന്നു. ആദ്യം കണ്ണൂരിൽ നിന്ന് മനു ഭരതിലേക്ക് പോയാൽ, മനു, കണ്ണൂരിൽ അശാന്തി ഇപ്പോഴും തുടരുകയാണ്. എന്തൊക്കെ സംഭവവികാസങ്ങളാണ് ഈ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അക്രമ സംഭവങ്ങൾ? രഞ്ജിത്ത്, ഇന്നലെ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന യോഗത്തിൽ ഇരു പാർട്ടികളും അക്രമം പൂർണ്ണമായി ഒഴിവാക്കാൻ സഹകരിക്കും എന്ന് പ്രഖ്യാപിച്ച് ഒരു മണിക്കൂർ പിന്നിടുന്നതിന് മുന്ന് തന്നെ 2 ബോംബേറാണ് കണ്ണൂരിൽ ഉണ്ടായത്. ഒന്ന് യുവമോർച്ച തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് റിതിന്റെ വീട്ടിന് നേരെ ബോംബെറിഞ്ഞു. വീടിന് ചില്ലുകൾ തകർന്നു. പക്ഷെ ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരം. സമാനമായ രീതിയിൽ NGO യൂണിയന്റെ കണ്ണൂർ ജില്ലാ കൌൺസിലറും പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറും ആയ P വിമൽകുമാറിന്റെ കൊളശ്ശേരിയിലെ വാവാച്ചിമുക്കിലെ വീടിന് നേരെയും രാത്രി 12:15 ബോംബെറിഞ്ഞു. വീടിന്റെ മുൻവശത്തെ സിറ്റ് ഔട്ടും ജനൽ ഗ്ലാസുകൾ എല്ലാം തകർന്നു. ഇത്തരത്തിൽ 2 ആക്രമണങ്ങളാണ് ഇന്നലെ രാത്രി തലശ്ശേരിയിൽ ഉണ്ടായത്. അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടി ജില്ലാ മജിസ്ട്രേറ്റ് തലശ്ശേരിയിൽ CRPC 144 സെക്ഷൻ പ്രകാരമുള്ള നിരോധാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്നലെ 2 രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിച്ചു ചേർത്തിരുന്നു. അതിൽ CPMന്റെയും അതുപോലെ തന്നെ BJPയുടെയും നേതാക്കൾ ഹർത്താൽ ബന്ധപ്പെട്ടുണ്ടായ അക്രമ സംഭവങ്ങൾ അവസാനിപ്പിക്കുന്നതിന് മുൻകൈയെടുക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഈ തീരുമാനം അക്ഷരം പ്രതി അനുസരിക്കണം എന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇന്നലെ അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രസ്താവനയും ഇറക്കി. യാതൊരു തരത്തിലുള്ള പ്രകടനങ്ങളോ അതുപോലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യം വിളികളോ പ്രതിഷേധങ്ങളോ എല്ലാം തന്നെ ഒഴിവാക്കണം എന്നായിരുന്നു സെക്രട്ടേറിയറ്റ് ഇന്നലെ ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ BJP നേതാക്കളും ഈ കലക്ടറുടെ മുന്നിലുണ്ടായിരുന്ന SP-യുടെ മുന്നിലുണ്ടായിരുന്ന ഈ യോഗത്തിൽ, സാന്നിധ്യത്തിലുണ്ടായിരുന്ന ഈ യോഗത്തിൽ തങ്ങൾ യാതൊരു തരത്തിലുള്ള അക്രമങ്ങൾക്കും ഇനി മുതിരില്ല എന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ലംഘിക്കപ്പെട്ടു. ഇന്നലെ രാത്രി ഈ അക്രമ സംഭവങ്ങൾ അലങ്ങേറി. വൈകുന്നേരമാകട്ടെ DYFIയുടെ പ്രകടനം പോകുന്ന വഴി അത് കുടികൾ നശിപ്പിച്ചു. അതിന് നേരെ കല്ലേറുണ്ടായി. കല്ലേറിൽ 2 വനിതാ പ്രവർത്തകർ പരിക്കേറ്റു. അത്തരത്തിൽ അതിനുശേഷം ദിനേശ് കഫേക്ക് നേരെ അക്രമികൾ ദിനേശ് കഫേ അടിച്ചു തകർത്തു. അത്തരത്തിൽ ഇന്നലെ ഇനിയും ശാന്തമായിട്ടില്ല തലശ്ശേരി അല്ലെങ്കിൽ കണ്ണൂർ എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ശരി മനു ഭരത്, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, നേരത്തെ മനു പറഞ്ഞതുപോലെ സമാധാന യോഗങ്ങൾ നിരവധി വിളിച്ചു ചേർത്തിട്ടും സമാധാനത്തിനും നിയന്ത്രണത്തിനും പോലീസ് ശ്രമിച്ചിട്ടും അശാന്തി ഇപ്പോഴും തുടരുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. എങ്ങനെയാണ് ഈ സ്ഥിതിഗതികളെ സർക്കാർ വിലയിരുത്തുന്നത്? ഒപ്പം പോലീസ് സംവിധാനത്തിന്റെ ഇനിയുള്ള മുന്നോട്ടുള്ള നീക്കങ്ങൾ ഏത് വിധത്തിലായിരിക്കും? കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് സംസ്ഥാന വ്യാപകമായ ഒരു അക്രമത്തിന് കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഒറ്റപ്പെട്ട കണ്ണൂർ, പാലക്കാട് അടക്കമുള്ള ജില്ലകളിലെ അപേക്ഷിച്ച് പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അക്രമം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി മറ്റ് അക്രമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. സമാധാന യോഗങ്ങൾ പത്തനംതിട്ടയിൽ വിളിച്ചു ചേർന്നെങ്കിലും അത് BJP ബഹിഷ്കരിക്കുകയുണ്ടായി. എന്നാലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ അടക്കം സമീപനം പാലിക്കണമെന്ന CPM പ്രവർത്തകർ സമീപനം പാലിക്കണമെന്ന അറിയിപ്പ് ഉണ്ടായി. അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും സംസ്ഥാന വ്യാപകമായുള്ള ഒരു അക്രമം ഇപ്പോൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം പോലീസ് ഔദ്യോഗികമായി ഇറക്കിയ കണക്ക് പ്രകാരം നിലവിൽ 1286 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സംസ്ഥാനത്താകെ. ഇതിൽ 37,979 പ്രതികൾ പ്രതി ചേർത്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തവരിൽ 3282 പേർ മാത്രമേ അറസ്റ്റിലായപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന്
കൂടുതൽ അറസ്റ്റുകൾ നടക്കും. സ്വാഭാവികമായി ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. വീടാക്രമണ കേസുകളിലടക്കം ബോംബേർ കേസുകളിലടക്കം നിരവധി പേരെ ഇപ്പോൾ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട്. ബോംബേർ കേസിലെ ബോംബെറിയുന്ന അറസ്റ്റ് നേതാക്കളുടെ അടക്കം ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ അറസ്റ്റുകളൊന്നും ഇതുവരെ രേഖപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം അറസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം. ഇതോടൊപ്പം സംസ്ഥാന വ്യാപകമായി നടന്ന അക്രമ സംഭവങ്ങളുടെ ഒരു പൊതു കണക്ക് പോലീസ് ശേഖരിക്കുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിയോട് ഗവർണർ വിശദീകരണം റിപ്പോർട്ട് ചോദിച്ചിരുന്നു. ആ റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. ആ റിപ്പോർട്ട് കൈമാറുന്നതിന് വേണ്ടിയുള്ള വിവരശേഖരണങ്ങൾ പൂർണ്ണതോതിൽ ഉമേഷ് ബാലകൃഷ്ണൻ, തിരുവനന്തപുരത്ത് ഉമേഷ് ബാലകൃഷ്ണനും അപ്പോൾ കണ്ണൂരിൽ നിന്ന് മനു ഭരതുമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാതെ സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കണം എന്ന ആവശ്യം കേന്ദ്രം തള്ളി. കേരളത്തിന് ലേലത്തിൽ മത്സരിച്ച് വിമാനത്താവളം ഏറ്റെടുക്കാമെന്നും നേരിട്ട് ഏൽപ്പിക്കാൻ കഴിയില്ല എന്നും കേന്ദ്ര വ്യോമയാന സഹമന്ത്രി ജയന്ത് സിൻഹ ന്യൂസ് 18നോട് പറഞ്ഞു. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ തുറന്നുള്ള പ്രവർത്തനം നടത്താൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കണം. അതിന് സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക SPV രൂപീകരിച്ച് അതിൻ്റെ ഭാഗമായി ആ പ്രവർത്തനം നടത്തിക്കോളാം എന്നത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഭംഗിയായി ആ എയർപോർട്ട് നടത്തിക്കൊണ്ടുപോകാൻ സർക്കാരിന് കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഈ അഭ്യർത്ഥന വെറുതെയായി. തിരുവനന്തപുരം വിമാനത്താവളം കേരളത്തെ ഏൽപ്പിക്കാൻ കഴിയില്ലെന്നും വേണമെങ്കിൽ ലേലത്തിൽ പങ്കെടുത്ത് സ്വന്തമാക്കട്ടെ എന്നുമാണ് കേന്ദ്ര നിലപാട്. വിമാനത്താവളം നടത്താൻ SPV രൂപീകരിക്കാൻ കേരളത്തിന് കേന്ദ്ര അനുമതി കിട്ടില്ല. കേന്ദ്ര വ്യോമയാന സഹമന്ത്രി ജയന്ത് സിൻഹ തന്നെ ഇക്കാര്യം വ്യക്തമാക്കി. We are opening up opportunity for everybody who wants to take over any of the airports that are being offered under the PPP model. So the airport in Trivandrum will certainly be available for the government of Kerala or any other party who wishes to bid for it, and whoever puts in the best bid will get the airport. വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കരുത് എന്ന കേരളത്തിന്റെ ആവശ്യം തള്ളിയ മന്ത്രി മികച്ച സൗകര്യങ്ങൾ കിട്ടണമെങ്കിൽ സ്വകാര്യവൽക്കരണം നടത്തിയേ പറ്റൂവെന്ന് പറഞ്ഞു. Cochin Airport, which is an airport in Kerala as well, or Kannur Airport, those are wonderful airports that are being operated in the PPP model at very high quality service to passengers and at very affordable rates. And this is exactly the model that we would like to follow for the airport in Trivandrum as well. രാജഭരണകാലത്ത് നൽകിയ ഭൂമിയിലാണ് തിരുവനന്തപുരം വിമാനത്താവളം. ഇത് സ്വകാര്യ മേഖലയ്ക്ക് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഈ 7 ഹർത്താലുകളും ഏറ്റവും വലിയ പരിക്കേൽപ്പിച്ചത് നമ്മുടെ സംസ്ഥാനത്തിലെ വിനോദസഞ്ചാര മേഖലയാണ്. വിനോദസഞ്ചാര മേഖല തകർന്നാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക മേഖലയായിരിക്കും തകരുക. നമ്മുടെ GDPയുടെ 10% കേരളത്തിന് സമ്മാനിക്കുന്നത് വിനോദസഞ്ചാര മേഖലയാണ്. ഈ തിരിച്ചറിവാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന തുടക്കത്തിൽ തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരുടെയും സമ്മേളനം വിളിച്ച് ഹർത്താൽ പോലുള്ള പ്രക്ഷോഭ സമരങ്ങളിൽ നിന്ന് വിനോദസഞ്ചാര മേഖലയെ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടത്. അത്തരമൊരു നിർദ്ദേശം സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുമ്പോൾ 2 കൈകളും നീട്ടിയാണ് കേരളത്തിലെ എല്ലാ പ്രധാന രാഷ്ട്രീയ കക്ഷികളും ആ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്തത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ അതിന് ഗുണമുണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ BJPയും RSSും നേതൃത്വം കൊടുത്ത് നടത്തിയ ഹർത്താലുകളുടെ ഘട്ടം വന്നപ്പോൾ വിനോദസഞ്ചാര മേഖലയ്ക്ക് രാഷ്ട്രീയ കക്ഷികൾ കൊടുത്തുകൊണ്ടിരുന്നതായിട്ടുള്ള പ്രത്യേക പരിഗണന ഒട്ടും തന്നെ നൽകാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായില്ല. എനിക്ക് തോന്നുന്നു അവരാദ്യം ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചത് വിനോദസഞ്ചാരികളെയാണെന്നാണ് തോന്നുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനേക്കാൾ തീക്ഷ്ണമായിട്ടുള്ള സമരങ്ങളും പോരാട്ടങ്ങളും നടന്നിട്ടുണ്ട്. അത്തരം പോരാട്ടങ്ങളിൽ ഒരിക്കലും തന്നെ വിനോദസഞ്ചാരികളെ അവർക്ക് ബുദ്ധിമുട്ടുളവാക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകും, അത് ഞാൻ സമ്മതിക്കുകയാണ്. പക്ഷേ ബോധപൂർവം അവർക്ക് ബുദ്ധിമുട്ടുളവാക്കുക, അവരുടെ വാഹനങ്ങൾ തടയുക, അവർക്ക് പ്രയാസകരമായിട്ടുള്ള സംഗതി സൃഷ്ടിക്കുക, അതൊന്നും ഒരിക്കലും നമ്മുടെ സംസ്കാരത്തിന് നിരക്കാത്തത് കൊണ്ട് തന്നെ ഏതു രാഷ്ട്രീയ കക്ഷി എത്ര തീവ്രമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ആസൂത്രണം ചെയ്താലും അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ BJPയും RSSും ആഹ്വാനം ചെയ്ത് നടപ്പിലാക്കിയ കഴിഞ്ഞ എല്ലാ സമരങ്ങളിലും
ഏതാണ്ട് ഉന്നം വെച്ച് പ്രവർത്തിക്കുന്നത് പോലെയാണ് വിനോദസഞ്ചാര മേഖലയ്ക്കെതിരായിട്ടുള്ള ആക്രമണം നടത്തിയത്. വിനോദസഞ്ചാരികളെ തടയുന്ന സ്ഥിതിയുണ്ടായി. അവർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ കല്ലേറുണ്ടായി എന്ന് പറഞ്ഞാൽ എത്രമാത്രം നമ്മൾ സാംസ്കാരികമായിട്ട് അധപ്പതിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചകമല്ലേ? ദൈവത്തിൻ്റെ സ്വന്തം നാട്, അതിഥി ദേവോ ഭവ, ഇതാണ് നമ്മുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഈശ്വരന് തുല്യരായി അതിഥികളെ കാണുക എന്ന സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും വരുന്ന വിനോദസഞ്ചാരികളെ തടസ്സപ്പെടുത്തുകയും തടയുകയും ആക്രമിക്കുകയൊക്കെ ചെയ്യാന്ന് പറയുന്നത് കേരളത്തിൻ്റെ സംസ്കാരമല്ല, നമ്മുടെ നാടിന് പരിചിതമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇതാണിന്നിപ്പോൾ സാർവദേശീയമായിട്ട് തന്നെ കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ വിവിധ രാജ്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം ടൂറിസത്തിന്റെ കൂടി ചുമതല വഹിക്കുന്ന മന്ത്രിയാണ്. ഹർത്താലുകളുമായി ബന്ധപ്പെട്ട് ടൂറിസം മേഖല അനുഭവിക്കുന്ന വിഷയങ്ങൾ അതാണ് അദ്ദേഹം പങ്കുവച്ചത് മാധ്യമപ്രവർത്തകരുമായി. ഇനി ശബരിമല വിശേഷങ്ങളിലേക്ക് പോയാൽ സ്ത്രീ പ്രവേശനത്തെ ചൊല്ലി സംസ്ഥാനമൊട്ടാകെ അക്രമം തുടരുമ്പോഴും ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുന്നു. ഇന്നലെ 1 ലക്ഷത്തോളം തീർത്ഥാടകരാണ് അയ്യപ്പ ദർശനം നടത്തിയത്. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഇന്ന് സന്നിധാനത്ത് യോഗം ചേരും. അനു ചേരുന്നു വിവരങ്ങളുമായി. വിവരങ്ങൾ ഇപ്പോഴും ഭക്തജന തിരക്ക് തുടരുകയാണോ? ഇന്നത്തെ യോഗത്തിന്റെ ഉദ്ദേശ്യം എന്തൊക്കെയാണ്? രഞ്ജിത്ത്, രാവിലെ 3 മണിക്ക് നട തുറന്നത് മുതൽ വലിയൊരു തിരക്ക് തന്നെയാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടത്. രാവിലെ 7 മണി വരെ 25,390 തീർത്ഥാടകർ ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്തി. എന്നാൽ അതിനുശേഷം നേരിയ ഒരു തീർത്ഥാടകരുടെ കുറവാണ് ഇപ്പോൾ നമുക്ക് ശബരിമലയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഏതായാലും മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും ശബരിമലയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇന്ന് ശബരിമല ദേവസ്വം കമ്മീഷണർ എൻ വാസു അടക്കമുള്ളവർ സന്നിധാനത്തുണ്ട്. ശബരിമലയിലെ മകരജ്യോതിയുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ഇന്ന് ദേവസ്വം കമ്മീഷൻ നേതൃത്വത്തിൽ വിലയിരുത്തും. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അടക്കമുള്ളവർ ഇവിടെ ശബരിമലയിൽ സന്നിധാനത്ത് എത്തും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പത്മകുമാർ ഇന്ന് വരാനുള്ള സാഹചര്യമില്ല എന്നാണ്. ദേവസ്വം അംഗം വിജയകുമാർ അടക്കമുള്ളവർ ഇന്നിപ്പോൾ ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ മകരജ്യോതി ദർശിക്കുന്ന ഇടങ്ങളിൽ വ്യൂ പോയിന്റുകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസും NDRF അടക്കമുള്ള ഏജൻസികൾ കൃത്യമായി പരിശോധിച്ചു. കാരണം നമുക്ക് അറിയാവുന്ന പോലെ പണ്ട് പുൽമേടിൽ ദുരന്തമുണ്ടായ ഇടങ്ങളിൽ പോലും ഇന്നലെ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടന്നിരുന്നു. ഇത്തരത്തിൽ ശബരിമലയിലെ മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഒരു 7 മണിക്ക് ശേഷം